സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞു നടന്ന ഓൺലൈൻ മാധ്യമപ്രവർത്തകൻ രാജൻ ജോസഫിന് ഒടുവിൽ പിഴച്ചു. പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് രാജൻ ജോസഫിന് മർദ്ദനമേറ്റ സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവരുമ്പോൾ ഈ വിഷയം വെറുമൊരു മർദ്ദനത്തിൽ ഒതുങ്ങുമോ, അതോ ഇതിനു പിന്നിൽ വലിയൊരു ഗൂഢാലോചന തന്നെയുണ്ടോ? രാജൻ ജോസഫിന്റെ ഇനിയുള്ള നാളുകൾ കഷ്ടകാലമാണോ? നമുക്ക് പരിശോധിക്കാം. ഓൺലൈൻ മാധ്യമപ്രവർത്തകനായ രാജൻ ജോസഫിനെ അറിയാത്തവരായി ആരുമില്ല. രാഹുൽ മാങ്കൂട്ടം കേസിൽ ആദ്യം മുതൽ തന്നെ വീഡിയോകൾ ചെയ്തിരുന്ന രാജൻ ജോസഫിനെ കോൺഗ്രസിലെ എല്ലാവർക്കും പരിചയമുണ്ട്. കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും സോഷ്യൽ മീഡിയ വഴി നിരന്തരം അധിക്ഷേപിക്കുന്നതുകൊണ്ട് തന്നെ കോൺഗ്രസുകാർക്ക് രാജൻ ജോസഫ് ഒരിക്കലും മറക്കാനാവാത്ത ഒരു മുഖമാണ്. സോഷ്യൽ മീഡിയയിലിരുന്ന് വ്യക്തികളെയും സ്ത്രീകളെയും അവരുടെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തിയാൽ തക്ക ശിക്ഷ ലഭിക്കുമെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പരാതിയിൽ രാജൻ ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം. പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് രാജൻ ജോസഫിന് മർദ്ദനമേൽക്കുന്ന വീഡിയോ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. രാജൻ ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും തുടർന്ന് സ്റ്റേഷനു മുന്നിൽ വെച്ച് അക്രമികളിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ പോലീസ് പാടുപെടുന്നതുമായ ദൃശ്യങ്ങളാണ് ഇതിലുള്ളത്. വീഡിയോ കാണാം. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ രാജൻ ജോസഫ് സംഭവത്തിൽ വ്യക്തമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. അറസ്റ്റിന് ശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സ്റ്റേഷന് മുന്നിലെത്തിയപ്പോൾ 30ഓളം പേർ ചേർന്ന് ജീപ്പിന് ചുറ്റും കൂടി തനിക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ആ സമയത്ത് അവിടെ 6-7 പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും പോലീസുകാർക്കും മർദ്ദനമേറ്റിട്ടുണ്ടെന്നും രാജൻ ജോസഫ് വെളിപ്പെടുത്തുന്നു. ആക്രമിച്ചവരിൽ ഫെനി നൈനാനെ മാത്രമേ തനിക്ക് അറിയുകയുള്ളൂവെന്നും എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒടുവിൽ തന്നെ സംരക്ഷിക്കാനായി പോലീസ് ബലപ്രയോഗത്തിലൂടെ സ്റ്റേഷനുള്ളിലേക്ക് വലിച്ചുകയറ്റി ലോക്കപ്പിലാക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ശബ്ദം കേട്ടുവെന്നും അത് ശ്രീനാദേവി കുഞ്ഞമ്മയാണെന്നും തന്നോട് ചേട്ടാ സുഖമല്ലേ എന്ന് ചോദിച്ചുവെന്നും രാജൻ ജോസഫ് പറയുന്നു. പിറ്റേ ദിവസം വിരലടയാളം എടുക്കാൻ പോയപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തെ ജീവിതത്തിൽ ആദ്യമായി നേരിൽ കാണുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അതേസമയം പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് രാജൻ ജോസഫിന് മർദ്ദനമേറ്റെന്നും അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലുണ്ടായ ഉന്തിലും തള്ളിലും പോലീസുകാർക്കും ചെറിയ രീതിയിൽ പരിക്കേറ്റതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. രാജൻ ജോസഫിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ശ്രീനാദേവി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിരുന്നു. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലും സുഹൃത്തുക്കളും നിൽക്കുന്ന ഒരു ഫോട്ടോ ശ്രീനാദേവി പോസ്റ്റ് ചെയ്തു. ആ ഫോട്ടോയ്ക്ക് താഴെ അവർ ഇങ്ങനെ കുറിച്ചു: പാർട്ടി കൊണ്ട് ലഭിച്ച സൗഹൃദങ്ങൾ. തങ്ങൾക്ക് വേണ്ടി നിന്നവർക്ക് വേണ്ടി അവരും നിൽക്കുമെന്നതിന് കാലമാണ് തെളിവ്. അടൂരിലെ പാർട്ടിയുടെ പട്ടാളം. ശ്രീനാദേവി കുഞ്ഞമ്മ പങ്കുവച്ച ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും ഈ വിഷയം വലിയ ചർച്ചയായിട്ടുണ്ട്. സമാനതകളില്ലാത്ത വേട്ടയാടലാണ് ശ്രീനാദേവി നേരിട്ടത്. അവരെ ഏറ്റവും അധികം അധിക്ഷേപിക്കുകയും അപവാദം പ്രചരിപ്പിക്കുകയും ചെയ്തത് ഓൺലൈൻ മാധ്യമപ്രവർത്തകനായ രാജൻ ജോസഫാണ്. പിണറായി വിജയന് വേണ്ടി വിടുവേല ചെയ്യാനായി കോൺഗ്രസ് നേതാക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ലക്ഷ്യമിട്ട് നിരന്തരം അപവാദ പ്രചരണങ്ങൾ നടത്തുക എന്നതാണ് രാജൻ ജോസഫിന്റെ ശൈലി. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം ഇയാൾക്കെതിരെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഈ സാധ്യതകൾ മുൻകൂട്ടി കണ്ട് മുൻപ് പങ്കുവച്ച ചില വീഡിയോകൾ ഇയാൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ കോൺഗ്രസ് നേതാക്കളെ പുകഴ്ത്തിക്കൊണ്ടുള്ള വീഡിയോകൾ പങ്കുവച്ചും ഇയാളിപ്പോൾ രംഗത്തെത്തുന്നുണ്ട്.
എന്നാൽ നേതാക്കളെ പുകഴ്ത്തുമ്പോഴും പാർട്ടിക്കുള്ളിൽ ഭിന്നിപ്പുണ്ടാക്കാനും നേതാക്കളെ തമ്മിലടുപ്പിക്കാനുമുള്ള തന്ത്രപരമായ വീഡിയോകളാണ് ഇയാൾ പുറത്തുവിടുന്നത്. ശ്രീനാദേവിയെ മാത്രമല്ല, കോൺഗ്രസിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള നേതാക്കളെ പോലും അധിക്ഷേപിക്കുന്ന പല വീഡിയോകളും ഇയാളുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും ഷാഫി പറമ്പിലും പി.സി. വിഷ്ണുനാഥും അടക്കമുള്ള നേതാക്കൾ ഇയാളുടെ ഇരകളാണ് എന്ന് വേണമെങ്കിലും പറയാം. എന്നാൽ ഇയാളെപ്പോലെ ഒരു മാധ്യമപ്രവർത്തകനെ മുതിർന്ന നേതാക്കൾ അവഗണിച്ചു വിടുന്നത് ഇയാളെ ആളാക്കാൻ താൽപര്യമില്ലാത്തതുകൊണ്ടാണെന്ന് അവരോട് അടുത്ത കേന്ദ്രങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് ശേഷം ഏറ്റവും മോശമായ രീതിയിൽ രാജൻ ജോസഫിന്റെ ആക്രമണത്തിന് ഇരയായത് ഷാഫി പറമ്പിലാണ്. ഒരു മാധ്യമപ്രവർത്തകൻ തന്റെ ജോലിയിൽ വ്യക്തിവൈരാഗ്യം കലർത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആശയപരമായി എതിർപ്പുള്ളവരെയും അവരുടെ നിലപാടുകളെയും നമുക്ക് വിമർശിക്കാം. എന്നാൽ ഒരാളുടെ വ്യക്തിത്വത്തെയോ കുടുംബത്തെയോ കടന്നാക്രമിച്ചുകൊണ്ടാവരുത് മാധ്യമപ്രവർത്തനം നടത്തേണ്ടത്. ഏതായാലും രാജൻ ജോസഫിന് ഇനിയുള്ളത് കഷ്ടകാലമാണെന്ന് ഉറപ്പിക്കാം. കോൺഗ്രസ് യുവ വനിതാ നേതാവായ ശ്രീനാദേവി സ്വീകരിക്കാൻ പോകുന്ന ശക്തമായ രാഷ്ട്രീയ നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പരാതിയുമായി അവർ മുന്നോട്ടു പോകും. പോലീസിന് കേസെടുക്കാൻ നിയമപരമായ തടസ്സങ്ങളുണ്ടെങ്കിൽ കോടതിയെ സമീപിച്ചും പുനരന്വേഷണത്തിന് ഉത്തരവ് നേടാൻ അവർ ശ്രമിച്ചേക്കും. ഈ അന്വേഷണം രാജൻ ജോസഫിൽ മാത്രം ഒതുങ്ങുമോ എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇയാൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ചില പ്രമുഖ നേതാക്കളിലേക്ക് കൂടി അന്വേഷണം എത്തിയാൽ അത് CPIക്കും ഇടതുമുന്നണിക്കും വലിയ പ്രതിസന്ധിയാകും എന്നതിൽ സംശയമില്ല. രാജൻ ജോസഫിനെ പോലുള്ള നെറികെട്ട മാധ്യമപ്രവർത്തകർക്ക് മൂക്കുകയറിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത്രത്തോളം നിന്ദ്യവും വിഷം വമിപ്പിക്കുന്നതുമായ വീഡിയോകൾ പങ്കുവയ്ക്കുന്ന ഇയാൾ അഴിക്കുള്ളിൽ തന്നെ ആകേണ്ടവനാണ്. ഇയാളുടെ മാധ്യമപ്രവർത്തനം തന്നെ അവസാനിപ്പിക്കപ്പെടേണ്ടതാണ്. സത്യസന്ധമായി ജോലി ചെയ്യുന്നവർക്ക് പോലും ഇയാൾ ഒരു അപമാനമാണ്. മദ്യാസക്തി മൂലം ഇയാൾ പലതവണ ഡി അഡിക്ഷൻ സെന്ററുകളിൽ ചികിത്സ തേടിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. രാജൻ ജോസഫിനെ പോലുള്ളവരെ നിയന്ത്രിക്കാൻ ആർജവമുള്ള ഭരണ സംവിധാനമുള്ളപ്പോൾ ശ്രീനാദേവിയെ പോലെയുള്ളവർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി മുന്നോട്ടു പോകുന്നത് കേരളത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ആരെയും എന്തും പറയാം എന്ന നിലയിലേക്ക് ഓൺലൈൻ മാധ്യമങ്ങൾ അധപതിക്കരുത് എന്ന ശക്തമായ മുന്നറിയിപ്പായി ഈ നിയമ നടപടി മാറും. ചുരുക്കത്തിൽ സോഷ്യൽ മീഡിയ എന്ന ആയുധം ഉപയോഗിച്ച് ആരെയും എന്തും പറയാമെന്ന രാജൻ ജോസഫിനെ പോലെയുള്ളവരുടെ ധാരണയ്ക്കുള്ള തിരിച്ചടിയാണ് ഈ സംഭവം. ഒരു സ്ത്രീയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്താൽ നിയമം അതിന്റെ വഴിയെ സഞ്ചരിക്കും എന്നതിന്റെ ഉദാഹരണമാണിത്. മാധ്യമപ്രവർത്തനത്തിന്റെ മറവിൽ ഇത്തരം വിഷം വമിപ്പിക്കുന്ന പ്രചരണങ്ങൾ നടത്തുന്നവർക്ക് ഇതൊരു താക്കീതായി മാറട്ടെ. വരും ദിവസങ്ങളിൽ ഈ കേസ് ഏതെല്ലാം പ്രമുഖരിലേക്ക് എത്തും എന്നതും ശ്രീനാദേവി കുഞ്ഞമ്മയുടെ നിയമപോരാട്ടം എവിടെ വരെ എത്തും എന്നതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.